അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദബുൽ അക്ലി വശുർബിലെ തീറ്റയുടെയും കുടിയുടെയും മര്യാദകളെ പറ്റിയുള്ള പാഠമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്കതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടിയും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വർക്കുകളൊക്കെ നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അവസാനം പറഞ്ഞത് ഓരോരോ അദബുകൾ പറഞ്ഞു. ബിസ്മി ചൊല്ലുക, അതുപോലെ തന്നെ 3 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകളൊക്കെ ഊമ്പുക, അതുപോലെ തന്നെ ഭക്ഷണം നിലത്ത് വീണാൽ അതിലെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം തിരിച്ച് കഴിക്കുക. എന്നിട്ട് അതിന് കാരണം പറഞ്ഞത് പാത്രങ്ങൾ തുടച്ച് കഴിക്കണം. അതുപോലെ തന്നെ ഇതിലേതിലാണ് ബറക്കത്തെന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മുഴുവനായി കൃത്യമായിട്ട് വൃത്തിയോടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതിന് ശേഷം പറയണേ, വാൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അൻസുറുല്ലാഹിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതനഫസു ഫി ശറാബി സലാസ. യതനഫസ് പറഞ്ഞാൽ ശ്വാസം വിടുക എന്നർത്ഥം കേട്ടോ. ഇതിന് ശേഷം ഒരു യതനഫസ് രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും അതിൻ്റെ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. കാന യതനഫസു ഫി ശറാബി സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കുമ്പോൾ ഫി ശറാബന പാനീയത്തിൽ കാന യതനഫസു ശ്വാസം വിടാറുണ്ടായിരുന്നു സലാസൻ 3 പ്രാവശ്യം. ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രത്തിലേക്ക് ശ്വാസം വിടുക എന്നല്ല, പകരം പാത്രത്തിൻ്റെ പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം വിടാറുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? പാത്രത്തിലേക്കല്ല, പാത്രത്തിൻ്റെ പുറത്തേക്ക്. ഇതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, മറ്റൊരു ഹദീസിലുണ്ട് എന്ത്, ലാ തശ്റബു കശ്റുബിൽ ഇബിൽ, ഒട്ടകങ്ങൾ കുടിക്കുന്ന പോലെ നിങ്ങൾ കുടിക്കരുത്. ഒട്ടകങ്ങളുടെ പ്രത്യേകത ഒറ്റയടിക്ക് ഒന്നായിട്ട് കുടിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്, ഒറ്റ പ്രാവശ്യം കൊണ്ട് കുടിച്ച് തീർക്കുക എന്നുള്ളത് ഉണ്ടാവരുത്. പകരം 3 പ്രാവശ്യം നിങ്ങൾ 3 പ്രാവശ്യമായിട്ട് കുടിക്കണമെന്ന്. എത്ര കുറച്ച് വെള്ളമാണെങ്കിലും അത് തസ്ലീസാക്കൽ, അതിനെ 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. ഓക്കെ. കാന യതനഫസു ഫി ശറാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്വാസം വിടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ത് വെക്കണം, പുറത്തേക്ക് ശ്വാസം വിടാറുണ്ടായിരുന്നു. ഫി ശറാബി പാനീയത്തിൽ സലാസൻ 3 പ്രാവശ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാനീയത്തിൽ 3 പ്രാവശ്യം ശ്വാസം വിടാറുണ്ടായിരുന്നു. ഓക്കെ. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹി ചെയ്തു, നിരോധിച്ചു, അൻയുതനഫസ ഫിൽ ഇനായി അയ്യൻഫഖ ഫീഹി. അൻയുതനഫസ ഫിൽ ഇനായി, പാത്രത്തിൽ ഊതപ്പെടൽ. എന്നാൽ പാത്രത്തിൽ ഊതാൻ പാടില്ല എന്നർത്ഥം. ഭക്ഷണത്തിലേക്ക് എന്നർത്ഥം. ഫിൽ ഇനായി എന്ന പാത്രത്തിൽ ഊതപ്പെടരുത്. അതുപോലെ തന്നെ യുൻഫഖു ഫീഹി, അല്ലെങ്കിൽ ആ പാത്രത്തിൽ, നഫഖ എന്ന് പറഞ്ഞാലും ഊതുക, തനഫസാണ് ശ്വാസം വിടുക. അപ്പോൾ പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. അതുപോലെ തന്നെ ഇൻഫഖ ഫീഹി, ആ പാത്രത്തിൽ ഊതുകയും ചെയ്യരുത്. നഫഖ എന്ന് പറഞ്ഞാൽ എന്താണ്, ഊതുക എന്നാണ്. കാരണം നമുക്കറിയാം എന്ത്, അവസാനത്തെ ഖിയാമത്ത് എന്നുള്ള അവസരത്തിൽ നഫഖ എന്ന, അല്ലേ, സൂറ എന്ന കാഹളത്തിൽ ഉദാഹരണമല്ലോ, അതാണ് അവിടെ നഫഖ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുർആനിലുള്ളതൊക്കെ. അപ്പോൾ നഫഖ എന്ന് പറഞ്ഞാൽ ഊതുക, തനഫസ പറഞ്ഞാൽ ശ്വാസം വിടുക. നമ്മൾ കാന തനഫസു ഫി ശറാബ് എന്നിടത്ത് പുറത്തേക്ക് ശ്വാസം വിടാറുണ്ടായിരുന്നു എന്നർത്ഥം വെക്കേണ്ടത്. ഇവിടെ എന്താണ്, തനഫസ ഫിൽ ഇനായി, പാത്രത്തിൽ ശ്വാസം വിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. രണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തനഫസിൻ്റെ അർത്ഥം എന്താണ്, ശ്വാസം വിടുക എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് കാന യതനഫസു ഫി ശറാബ് എന്നിടത്ത് പുറത്തേക്ക് ശ്വാസം വിടാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മുറുക്കുകളായി കുടിക്കാൻ വേണ്ടി ശ്വാസം പുറത്തേക്ക് വിടും. ഓക്കെ. പാത്രത്തിൽ നിന്നും വായ മാറ്റിയിട്ട് പുറത്തേക്ക് വിടാറുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ്, യതനഫസ ഫിൽ ഇനായി, പാത്രത്തിൽ ശ്വാസം വിടൽ. അപ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക്, ആ ഭക്ഷണത്തിലേക്ക് ശ്വാസം വിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? തനഫസ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക എന്ന് തന്നെയാണ് അർത്ഥം. അത് കാന തനഫസു ഫി ശറാബി സലാസൻ എന്നുള്ളത് പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാനീയത്തിൽ, പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന അവസരത്തിൽ പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്വാസം വിടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നബി ഒറ്റ ഇരിപ്പിനാൽ ഒറ്റ പ്രാവശ്യത്തിലായിട്ട് കുടിച്ച് തീർക്കുകയല്ല, പകരം തവണകളായിട്ട് 3 തവണകളായിട്ടായിരുന്നു കുടിച്ചിരുന്നത്. രണ്ടാമത്തെ എന്താണ്, തനഫസ ഫിൽ ഇറാന, പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം വിടാറില്ല. ആ പാത്രത്തിലേക്ക് ശ്വാസം വിടൂല, പുറത്തേക്കാണ് ശ്വാസം വിടാറുണ്ടായിരുന്നത്. പാത്രത്തിലേക്ക് ശ്വാസം വിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുൻഫഖ ഫീഹി, അതിലേക്ക് ഊതലും. ഇതിലൊക്കെ ശാസ്ത്രീയ വശങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ.
അതൊക്കെ പഠന വിധേയമാക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അനിൻ നബിയ, അനസ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു, അനിശുർബി ഖായിമ, നിന്ന് കുടിക്കൽ അനിശുർബി കുടിക്കലിനെ തൊട്ട് നിരോധിച്ചു, അന്നർത്ഥ തൊട്ടല്ലേ, അപ്പോൾ കുടിക്കലിനെ നിരോധിച്ചു, ഖായിമൻ നിന്നവനായ അവസ്ഥയിൽ, അപ്പോൾ നിന്നുകൊണ്ട് കുടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഓക്കെ, ഇതിൻ്റെയും ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ ശാസ്ത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇരുന്ന് കുടിക്കുന്നതിൻ്റെ പ്രത്യേകതയും നിന്ന് കുടിക്കുമ്പോൾ അതിൽ ഒരു ബേസിക്കായിട്ട് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് എന്ത്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നേരെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ വെള്ളം കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവില്ല നിന്ന് കുടിക്കുമ്പോൾ. പകരം അത് ഇരുന്നാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ എത്തേണ്ട ഭാഗത്തൊക്കെ എത്തി കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് വെള്ളം ഉപകാരപ്പെടുക എന്ന് ശാസ്ത്രീയ വശം മറ്റൊന്നുണ്ട്. നമുക്കത് നോക്കണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രേ ഉള്ളൂ. നബി എന്ത് പറഞ്ഞോ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ശാസ്ത്രീയ വശങ്ങൾ നോക്കുന്നതിനപ്പുറത്ത് നബി എന്ത് പറഞ്ഞോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഹാനി ഷുർബി ഖായിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കുടിക്കൽ വിരോധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കുടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഹി ചെയ്തിരിക്കുന്നു, നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ത്, അനിഷുർബി ഖായിമൻ നിന്നുകൊണ്ട് കുടിക്കൽ. അപ്പോൾ നബിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ തിന്നലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന്. അപ്പോൾ തിന്നാനും പാടില്ല കുടിക്കാനും പാടില്ല നിന്നുകൊണ്ട്. ഓക്കെ, മറ്റൊരു ഹദീസ് അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാൽ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാന, നമ്മളോട് വിരോധിച്ചു. നഹാ നബി നിരോധിച്ചു, നമ്മളോട്. അപ്പം നമ്മോട് നിരോധിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത്, അനിൽ ഹരീരി പട്ട്, ദീബാജ് ഹരീർ ദീബാജ് ഒക്കെ ഒരറിഞ്ഞു പട്ട് വസ്ത്രങ്ങൾക്കാണ്, പട്ട് കൊണ്ടുണ്ടാക്കുന്നതിനേക്കാണ് ഹരീർ ദീബാജ് എന്നൊക്കെ പറഞ്ഞാൽ പട്ട് എന്നർത്ഥം. അഥവാ നിങ്ങളിന്ന് പട്ട് വസ്ത്രങ്ങൾ ധരിക്കരുത്, അതുപോലെ തന്നെ രണ്ടും ഹരീറും ദീബാജ് പട്ടന പട്ടിൻ്റെ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത്. വശുർബി ഫിൽ ആനിയത്തി ദഹബ്, അതുപോലെ കുടിക്കലും വിരോധിച്ചിട്ടുണ്ട്. എവിടെ കുടിക്കൽ, ഫി ആനിയത്തി ദഹബി വൽ ഫില്ലത്തി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ. ഓക്കെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്, സ്വർണ്ണ പാത്രത്തിലും വെള്ളി പാത്രത്തിലും കുടിക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന, നമ്മോട് വിരോധിച്ചു, അനിൽ ഹരീരി പട്ട് വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത് എന്ന് വിരോധിച്ചു. അതുപോലെ തന്നെ ദീബാജ് പറഞ്ഞാലും പട്ടന്നെ. അപ്പോൾ നിങ്ങൾ പട്ട് ധരിക്കരുത്, പട്ട് വസ്ത്രങ്ങൾ ധരിക്കരുത്, ആ പട്ടിനെ തൊട്ട് നിങ്ങളോട് നിരോധിച്ചിരിക്കുന്നു. വഷുർ ബിഫി ആനിയത്തി ദഹബ്, ദഹബ് പറഞ്ഞാൽ സ്വർണ്ണം, ഫില്ലത്ത് പറഞ്ഞാൽ വെള്ളി, ആനിയത്തും ജമ്മ്, അവാനിയാണ് പാത്രങ്ങൾ, ഷുർബാന കുടിക്കൽ. വഷുർ ബുഫി ആനിയത്തി ദഹബി വൽ ഫില്ല, സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിലുള്ള കുടിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാൽ, നബിയോട് ചോദിക്കുകയാണ് അതെന്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറയുന്നുണ്ട്. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ലഹും ഫിദ്ദുനിയ, അത് മുസ്ലിങ്ങളല്ലാത്ത കാഫിരീങ്ങൾക്കും അഹ്ലി കിതാബ് അവർക്കൊക്കെ ഉള്ളതാണ്. വഹിയ ലഹും, അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ ഈ ദുനിയാവിൽ. അത് വഹിയലക്കും നിങ്ങൾക്കതുണ്ട് ഫിൽ ആഖിറത്തി, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുക്കുകയാണ്. വഹിയ, ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിലുള്ള വെള്ളം കുടിക്കലും ഹരീറും ദീബാജ് പട്ടു വസ്ത്രങ്ങളൊക്കെ അതൊക്കെ ലഹും അവർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത അഹ്ലി കിതാബിനും മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഫിദ്ദുനിയ ഈ ദുനിയാവിൽ, ഈ ലോകത്ത്, ഈ ഐഹിക ലോകത്ത് അവർക്കുള്ളതാണ്. വഹിയ, ഈ ഹരീറും ദീബാജും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിലെ വെള്ളം കുടിക്കലൊക്കെ ലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ആഖിറത്തി, അന്ത്യനാളിൽ അവസാനത്തെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് അതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, പട്ട് വസ്ത്രങ്ങൾ ധരിക്കരുത്, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾ വെള്ളം കുടിക്കരുത്, തിന്നലും പറ്റൂല, അപ്പോൾ അതന്നെ വെള്ളം കുടിക്കരുത്. അപ്പോൾ അതിൻ്റെ കാരണം നബിയോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ സ്വഹാബാക്കളോട് പറഞ്ഞാണ് ഹിയ ലഹും, അത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത നമ്മളല്ലാത്ത അവർക്കുള്ളതാണ് എന്ന് നബി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഫിദ്ദുന്യ ഈ ദുന്യാവിൽ, വഹിയ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ആഖിറത്തി, എവിടെ, പാരത്രിക ലോകത്ത്. മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തെത്തിയാൽ പിന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് വിഹരിക്കാം എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ അർത്ഥങ്ങൾ നോക്കുക.
തനഫസ് 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 എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക. ഷറാബ് പറഞ്ഞാൽ പാനീയത്തിൽ, സലാത്ത് എന്ന് പറഞ്ഞാൽ 3 വട്ടം, പിന്നെ ഫിൽ ഇനാ പറഞ്ഞാൽ പാത്രം, പിന്നെ അതുപോലെ തന്നെ യുംഫഹു എന്ന് പറഞ്ഞാലും ഊതുക എന്നർത്ഥം, നഫഹ എന്ന് പറഞ്ഞാൽ ഊതുക എന്നർത്ഥം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നഹാനാനിൽ ഹരീർ എന്ന പട്ട്, ദീപാജ് പറഞ്ഞാലും പട്ട് തന്നെ, ഷുർബ് പറഞ്ഞാൽ കുടിക്കുക, ഫി ആനിയത്ത് എന്ന പാത്രത്തിൽ, ഇനാ ആനിയത്തൊക്കെ ഹവാനി എന്നൊക്കെ പറയും. ദഹബ് സ്വർണം, ഫില്ലത്ത് വെള്ളി, ഹിയ ലഹും ഫിദ്ദുനിയ വഹിയ ലക്കും ഫിൽ ആഖിറ. അതിൻ്റെയൊക്കെ അർത്ഥം അറിയല്ലോ അല്ലേ. പിന്നെ അതിൽ നമ്മൾ വർക്കുകൾ നോക്കുക. സിമ്പിളായ കുറച്ച് വർക്കുകളുണ്ട്. ആ വർക്കുകൾക്ക് ഉത്തരം നിങ്ങൾ എഴുതണം കേട്ടോ. ഒന്നാമത്തത് നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ പറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നോക്കുക. ലിമ തറബ്ബ ഉമറ ബൈനി അബി സലമത്ത ഉമർ ബിൻ അബി സലമത്ത ഫി ഹിജ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തുകൊണ്ടാണ് ഉമർ ബിൻ അബി സലമ എന്ന കുട്ടി നബിയുടെ മടിത്തട്ടിലായിട്ട് വളർന്നത്? തറബ്ബ യുറബ്ബി എന്ന പരിപാലിക്കുക എന്നൊക്കെ അർത്ഥം, വളർത്തുക, പാൽന പോസ്ന എന്നൊക്കെ പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലായിട്ട് ഈ കുട്ടി വളരാനുള്ള കാരണം എന്താണ്? ഈ കുട്ടിയുടെ ഉപ്പ മരിച്ചുപോയി, ഈ കുട്ടിയുടെ ഉമ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അപ്പം എങ്ങനെ പറയും? വകാനത്ത് പറയാന്ത് വക്കാനത്ത് ഉമ്മു, വക്കാനത്ത് മുഅന്നസല്ല, അപ്പോൾ ഉമ്മു. ഓക്കെ, ഉമ്മു ആര്? ഉമ്മു ഉമർ ബിൻ അബി സലമ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഭാര്യയായിരുന്നു. എപ്പോൾ? തസവ്വജഹ ബഅദ വഫാത്തി അബി സലമത്ത ഹുവ അബൂഹു. അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിൻ്റെ ഉപ്പയായ ഈ കുട്ടികൾ വളരെ സിമ്പിളാക്കിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഉമർ ബിൻ അബി സലമയുടെ കുട്ടിയായ അബൂ സലമയുടെ വഫാത്തിന് ശേഷം അബൂ സലമ ഈ കുട്ടിയുടെ ഉമ്മയായ ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് നബിയുടെ മടിത്തട്ടിൽ വളരാനുള്ള കാരണം. പിന്നെ മാതാ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമർ ബിൻ അബി സലമത ഖിലാൽ അക്കിൽ. തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഉമർ ബിൻ അബി സലമ എന്ന കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവിടെ പറയുന്നുണ്ടല്ലോ, എന്ത്, ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സമ്മില്ല അവകുൽ മിമ്മാ യലീക് എന്നൊക്കെ പറഞ്ഞല്ലോ, അതന്നെ. പിന്നെ അതുപോലെ തന്നെ മാദാ തൻസഹു, നീ എന്താണ് ഉപദേശിക്കുക? ഇദാ റഅയ്ത അഹദൻ യശ്റബു ഖായിമൻ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നിന്ന് കുടിക്കുന്നതായിട്ട് കണ്ടാൽ നീ എന്താണ് ഉപദേശിക്കുക? അപ്പം എങ്ങനെ ഉത്തരം ചെയ്താ? അൻസഹു, ഞാൻ ഉപദേശിക്കും. ഇദാ റഅയ്തു, ഇവിടെ റഅയ്തന് നമ്മൾ പറയുമ്പോൾ ഇദാ റഅയ്തു, ഞാൻ കണ്ടാൽ അഹദൻ ഒരുത്തനെ യശ്റബു ഖായിമൻ, നിന്ന് കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടാൽ അവനോട് എന്ത് പറയും? അത് നമ്മൾ പാഠഭാഗത്തിലുണ്ടല്ലോ. അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനി ശുർബി ഖായിമൻ. അതുപോലെ തന്നെ ഇദാ സഖതത് ലുഖ്മത്തുൻ മിൻ യദിക ഫമാദാ തഫ്അൽ. ഇദാ സഖതത് ലുഖ്മത്തുൻ മിൻ യദിക, നിന്റെ കയ്യിൽ നിന്നും ഒരു ഭക്ഷണത്തിൻ്റെ ഒരൽപ്പം വീണാൽ നീ ഫമാദാ തഫ്അൽ, നീ എന്താണ് ചെയ്യുക? അപ്പം എങ്ങനെ ഇദാ സഖതത് ലുഖ്മത്തുൻ മിൻ യദി, എൻ്റെ കയ്യിൽ നിന്നും വീണാൽ, ഭക്ഷണ പദാർത്ഥങ്ങൾ വീണാൽ ഞാൻ എന്ത് ചെയ്യും? ഫആഖുദുഹ, അല്ലേ, ഞാൻ അതിനെ എടുക്കും. എന്നിട്ടോ ഫഉമിത് അൻഹൽ അദ, അതിൽ നിന്നുള്ള പ്രയാസങ്ങൾ, വേസ്റ്റായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നിട്ട് ആക്കുലുഹ, ഞാൻ അതിനെ തിന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും ചെയ്തട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർക്ക്, ബാക്കി 2-3 വർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ഒന്നാമത്തെ വർക്ക് ചെയ്യുക, പാഠത്തിലെ പദങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.